This news is sponsored by ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളുള്ളത് പേര് പോലെ തന്നെ നമ്പർ 1 ആയ മാളയിലെ നമ്പർ 1 വെഡിംഗ് കളക്ഷൻസിലാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമുള്ള എല്ലാ ഡ്രസ്സുകളും, അതിപ്പോ പാർട്ടി വെയർ ആയാലും കാഷ്വൽസ് ആയാലും എല്ലാം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. 25 ലക്ഷം രൂപയുടെ ആ ഒരു ചീറ്റിംഗ് കേസ് മാളയിൽ ഇപ്പോൾ കത്തി പടരാണ്. രാഷ്ട്രീയക്കാർ പരസ്പരം ചെളിവാരി തേക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളാണ്. അതിപ്പോൾ സ്വാഭാവികമായിട്ട് നാട്ടു നടപ്പുള്ള കാര്യമാണ്. ഇപ്പുറത്തെ പാർട്ടി എന്ത് ചെയ്താലും ഇപ്പുറത്തെ പാർട്ടി പറയുക, കോൺഗ്രസ് ചെയ്താൽ LDF പറയുക, LDF ചെയ്താൽ BJP പറയുക. അങ്ങനെ പരസ്പരം അങ്ങോട്ടും കരിവാരി തേക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിൽ നടപ്പാണ്. അതെന്തേലും ആവട്ടെ, അത് അവരുടെ സമ്പ്രദായം. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞു തീർത്തൊരു വിഷയമാണ് നമ്മൾക്ക് പറയാനുള്ളത്. അതായത് നമ്മൾക്ക് പറയാനുള്ളത് നീതിയായിട്ടും ന്യായമായിട്ടും നമ്മൾ സംസാരിക്കുള്ളൂ. അപ്പോൾ ഇവർ രണ്ട് പക്ഷക്കാരുടെയും, കാരണം തിരുവനന്തപുരത്ത് കിടക്കുന്ന ഒരു ചാനലിനും എറണാകുളത്ത് കിടക്കുന്ന ചാനലിനും FIR ഇട്ട വിഷയം എന്താണോ അതുമായി കണക്ട് ചെയ്ത് സംസാരിച്ചാൽ മതി. പക്ഷേ നാട്ടിൽ നിൽക്കുന്ന ഞങ്ങളെ പോലെയുള്ള ചാനലുകാർക്ക് അത് ചിലപ്പോൾ അതിൻ്റെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പറയേണ്ടി വരും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടാണ് ഇന്നലെ ഇവർ രണ്ടുപേരുടെയും, അതായത് ആശ ഡോക്ടറുടെയും ഇതുപോലെ തന്നെ അഷ്റഫ് എന്ന് പറയുന്ന ആ പുള്ളിയുടെയും ടോക്കുകളും വീഡിയോസും എല്ലാ കാര്യങ്ങളും നമ്മൾ പുറത്ത് വിട്ടത്. അത് നമ്മൾ ന്യായമായിട്ടുള്ള ഒരു നിലപാടാണത്. ഇനി നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്, ഒരു മുങ്ങിയിട്ടുണ്ട് ഒരാൾ. അതായത് കഴിഞ്ഞ ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ് ഒരാൾ ഒളിവിൽ പോയി. കാപ്പ ചുമത്തി അന്നും ഒളിവിൽ അഴിച്ചേക്കുന്ന ഒരാളായിരുന്നു. ഈ പറയുന്ന ആളാണ് ജലീൽ. ഇപ്പോൾ മാളയിലുള്ള കുറേ ജലീലുമാർ ഏറിപ്പോയിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൻ്റെ പേരിൽ. അപ്പോൾ ജലീൽ എന്ന് പറയുന്ന ഈ പറയുന്ന ആ കാപ്പ ചുമത്തി ഏകദേശം 2-3 മാസങ്ങൾക്ക് മുന്നേ കാപ്പ ചുമത്തി നാട് കടത്തിയ ആള് കൊടുങ്ങല്ലൂരിൽ നിന്ന് നാട് കിടന്ന് മാളയിലാണ് വന്നതെന്നാണ് ഒളിവിൽ താമസിപ്പിക്കാനായിട്ട്. അപ്പോൾ അത് ഇവരൊക്കെ തന്നെ അറിയുന്ന എവിടേക്കാണ് താമസിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇവരായിട്ട് ലിങ്കായി ഈ ഒരു വിഷയത്തിലേക്ക് ഈ ജലീൽ വരുന്നത്. പക്ഷേ ജലീൽ ഒളിവിൽ പോയിരിക്കണം, അതെന്തിനാണെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഈ ഒരു ജലീലിൻ്റെ വിഷയം നമ്മൾ നേരത്തെ വാർത്ത കൊടുത്തിരുന്നതാണ്. കാരണം ഇയാളെ കാപ്പ ചുമത്തി വിട്ടിരുന്നതാണ്. ആ ഒരു വാർത്ത ഒരിക്കൽ കൂടെ ജനങ്ങൾക്ക് കേൾപ്പിക്കണം. ജലീൽ ആരാണെന്ന് മാളയിലുള്ള ജനങ്ങൾക്ക് അറിയണം. കാരണം മാളയിലുള്ള കുറേ ജലീലന്മാർ ഇതിൻ്റെ പേരിൽ ഏറിപ്പോയി. ആ ജലീലാണോ ഈ ജലീലാണോ അങ്ങനത്തെ അതിനുള്ള ഒരു കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ സത്യത്തിൽ മാളയിലുള്ള ജലീലന്മാരെല്ലാവരും നിരപരാധികളാണ്. ഇത് കൊടുങ്ങല്ലൂരുള്ള ഒരു കാപ്പ ചുമത്തി നാട് കടത്തപ്പെട്ട ഒരു ജലീലാണ് മാളയിലേക്ക് കുടിയേറിയത്. ആ മാളയിൽ വന്നിട്ട് ഒളിഞ്ഞു താമസിച്ചിരുന്ന ഒരു ജലീലാണ് ഈ വിഷയത്തിലും കാപ്പ ചുമത്തി ഇനിയിപ്പോൾ നാട് കടത്തി പോകാൻ പോകുന്നത്. ആ ജലീൽ ആരാണെന്ന് ഇപ്പം നിങ്ങളെ കാണിക്കുകയാണ്. ജലീൽ കാപ്പ ചുമത്തി നാട് കടത്തി മാളയിലേക്ക് കുടിയേറിയ ജലീൽ, ഇപ്പൊ നിലവിൽ ഒളിവിൽ പോയ ജലീൽ ഇതാണ്. മോളെ ആ വാർത്തകൾ വായിച്ച്. കൊടുങ്ങല്ലൂരിൽ നിരവധി സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതിയായ ജലീലിനെ കാപ്പ ചുമത്തി നാടുകടത്തി. എറിയാട് വില്ലേജ് വൈദ്യർ വീട്ടിൽ 53 വയസ്സുള്ള ജലീലിനെതിരെയാണ് റൂറൽ SP B കൃഷ്ണകുമാറിന്റെ നിർദ്ദേശപ്രകാരം റേഞ്ച് DIG ഹരിശങ്കർ നടപടി സ്വീകരിച്ചത്. കൊടുങ്ങല്ലൂരിൽ കോടിക്കണക്കിന് രൂപയുടെ ഭൂമി തട്ടിപ്പ് കേസിലെ പ്രധാനിയാണ് ജലീൽ. വർഷങ്ങളായി തട്ടിപ്പ് നടത്തി വന്നിരുന്ന ജലീലിനെതിരെ ഈയിടെയാണ് തട്ടിപ്പിന് ഇരയായവരിൽ ചിലർ പരാതി നൽകിയത്. പരാതിക്കാരേക്കാൾ കൂടുതൽ പേർക്ക് തട്ടിപ്പിന് ഇരയാകേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ അവരാരും അപമാന ഭീതിയോർത്ത് ജലീലിനെതിരെ പരാതി നൽകുവാൻ തയ്യാറായിട്ടില്ല എന്നും അറിയുന്നു. ഇയാളുടെ കൂടെയുള്ള മറ്റുള്ള തട്ടിപ്പ് സംഘത്തെക്കുറിച്ചും പോലീസ് അന്വേഷണം നടത്തിവരുന്നുണ്ട്. കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ BK അരുൺ, സബ് ഇൻസ്പെക്ടർ രാജി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സിജോ, ഷിജിൽനാഥ്, ഹോംഗാർഡ് പ്രദീപ് എന്നിവർ അടങ്ങിയ സംഘം കാപ്പ നടപടികൾ പൂർത്തീകരിച്ചു. ഈ ജലീലാണ് ഇതിനകത്ത് പ്രതി. കാപ്പ ചുമത്തി നാട് കടത്തി എന്ന് പറയപ്പെടുന്ന അന്ന് 2-3 മാസങ്ങൾക്ക് മുന്നേ കാപ്പ ചുമത്തി നാട് കടത്തി എന്ന് പറയപ്പെടുന്ന ജലീലാണ് ഈ മാളയിൽ വന്നിട്ട് ഈ കേസിൽ പ്രതിയായേക്കുന്നത്. അപ്പോൾ സത്യത്തിൽ ഈ പറയുന്ന അഷ്റഫ് ഒളിവിലാണെന്ന് പറയുന്നു, ജലീൽ ഒളിവിലാണെന്ന് പറയുന്നു. അപ്പോൾ ഇവരെയൊക്കെ പിടിക്കാനായിട്ട് നിസ്സാര കാര്യങ്ങൾ മതി നമ്മുടെ മാള പോലീസിന്. അതായത് പിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അഷ്റഫ് എന്ന് പറയുന്ന ആ വ്യക്തി പോസ്റ്റ് ഇടുന്നത് CI സജിൻ ശശിയും ഇവരൊക്കെ കൂടി അന്തർധാരയിലാണ് ഈ പുള്ളിക്കാരനെ പെടുത്തിയെന്ന് പറയപ്പെടുന്നത്. നമുക്കറിയില്ലട്ടാ. അയാൾ പറയുന്ന ഈ പ്രതി എന്ന് പറയപ്പെടുന്ന അഷ്റഫ് പറയുന്ന വിഷയങ്ങളാണ്. അത് ഞാൻ എന്തൊക്കെയാണെന്നുള്ളത് പുറത്ത് വരും കുറച്ച് കഴിയുമ്പോൾ. അതെന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മളതിനെപ്പറ്റി അന്വേഷിക്കാനും പോയിട്ടില്ല, ഒന്നുമില്ല. ആ പുള്ളിക്കാലം വാക്കാലയും എഴുത്തിലൂടെയും പറയുന്നതാണ് എവിടെയും ഇരുന്നിട്ട്. അപ്പോൾ പോലീസുകാർക്ക് ഒളിവിൽ എന്ന് പറയപ്പെടുന്ന ഈ അഷ്റഫിനെ പിടിക്കാനായിട്ട് നിസ്സാര സമയം മതി. പക്ഷെ പിടിക്കുന്നില്ല, അതവിടെ നിൽക്കട്ടെ.
അതുപോലെ തന്നെ ഈ ജലീൽ എന്ന് പറയപ്പെടുന്ന കാട്ടുകള്ളൻ, ആ കാട്ടുകള്ളന്റെ വാർത്തയാണ് ഇപ്പോൾ കണ്ടത്. 2-3 മാസങ്ങൾക്ക് മുന്നേ കാപ്പ ചുമത്തി നാട് കടത്തപ്പെട്ട ജലീലിന്റെ വാർത്ത. ഈ ജലീലാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രധാന പ്രതി എന്ന് പറയപ്പെടുന്നത്, ഒളിവിൽ പോയത്. കാരണം ആശ ഡോക്ടർ പറയണ് ഈ ജലീലാണ് അഷ്റഫായിട്ട് ബന്ധപ്പെടാനായിട്ട് സഹായിച്ചതെന്നും, അഷ്റഫ് പറയുന്നു ഇതേ ജലീലാണ് ആശ ഡോക്ടറുമായി ബന്ധപ്പെടാൻ ഇവരെ സഹായിച്ചതെന്നും. രണ്ടിനും മധ്യേ നിൽക്കുന്ന ഒരു ജലീല്, കാട്ടുകളനായ ജലീല്, ആ ജലീൽ എവിടെയാണെന്നാണ് പോലീസ് അന്വേഷിക്കേണ്ടതും ഇതിന്റെ യഥാർത്ഥത്തിലുള്ള പ്രതിയെ പുറത്തു കൊണ്ടുവരേണ്ടതും ഈ കേസ് തെളിയേണ്ടതും ആരാണ് തെറ്റുകാരെന്ന് പറയേണ്ടതും ആർക്കാണ് ഇതിൽ അബദ്ധം സംഭവിച്ചേക്കണെന്നും പറയാൻ പറ്റുന്ന ഏകൊരു സാക്ഷിയാണ് ഈ ജലീൽ. അപ്പൊ ജലീലിനെ പിടിക്കേണ്ട കടമ നമ്മുടെ മാള പോലീസിനാണ്. ജലീലിനെ പിടിക്കണം. പിടിക്കുമോ അറിയില്ല. താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളുള്ളത് പേര് പോലെ തന്നെ നമ്പർ 1 ആയ മാളയിലെ നമ്പർ 1 വെഡിംഗ് കളക്ഷൻസിലാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമുള്ള എല്ലാ ഡ്രസ്സുകളും, അതിപ്പോ പാർട്ടി വെയർ ആയാലും കാഷ്വൽസ് ആയാലും എല്ലാം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല ബാഗുകളുടെയും പെർഫ്യൂംസിന്റെയും ചെരുപ്പുകളുടെയും നല്ല വമ്പൻ കളക്ഷൻ. നമ്പർ 1 ഇപ്പോ ആടി സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 99 to 999 പ്രൈസ് റേഞ്ചിലാണ് ഓഫർ ഒരുക്കിയിരിക്കുന്നത്. ഡ്രസ്സുകൾ ഓൾട്ടറേഷൻ ചെയ്യാനുള്ള സൗകര്യവും ഇവിടെ ചെയ്തു തരുന്നതാണ്. ബെസ്റ്റ് പ്രൈസിലുള്ള ബെസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്ട്സ് വാങ്ങാനായി ഇന്ന് തന്നെ നമ്പർ 1 വെഡിംഗ് കളക്ഷൻസ് സന്ദർശിക്കൂ. നല്ല പാർക്കിംഗ് സ്പേസോട് കൂടിയ മാളയിലെ ഏറ്റവും വലിയ ക്ലോത്തിംഗ് സ്റ്റോറായ നമ്പർ 1 വെഡിംഗ് കളക്ഷൻസിന്റെ ലൊക്കേഷൻ വരുന്നത് മാള ഫെഡറൽ ബാങ്കിന് അടുത്തായാണ്.